കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ തൊട്ടടുത്ത രാജ്യമായ കേരളത്തിൽ മലപ്പുറം ജില്ലയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവം. വാർത്തയിൽ കണ്ടത്, പോലീസ് അന്വേഷിച്ചത്, ഒരു നാട് മുഴുവനും നിശബ്ദമായ സംഭവം. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കൺമുന്നിൽ ഓരോന്നും തെളിയും. ആ ദിവസം പതിവ് പോലെ തന്നെയായിരുന്നു. സൂര്യൻ ഉദിച്ച്, ബസ് ഓടി, സ്കൂൾ ബെൽ മുഴുകി. ഒരു വീടിനുള്ളിൽ ഒരു ഉമ്മ, മോളെ വൈകും വേഗം. ഒരു 9ാം ക്ലാസ്സുകാരി കുട്ടി, യൂണിഫോം, ബാഗ്, കണ്ണിൽ ചെറിയ ഉറക്കം. അവൾക്ക് അറിയില്ലായിരുന്നു ഇത് അവളുടെ അവസാനം രാവിലെയാണ് എന്ന്. അവൾ പുറത്തേക്കിറങ്ങി. വാതിൽ അടഞ്ഞു. ആ വാതിൽ വീണ്ടും തുറക്കുമ്പോൾ മകൾ വരില്ലെന്ന് ഉമ്മാക്കും അറിഞ്ഞിരുന്നില്ലായിരുന്നു. ഇതേ നാടിൽ മറ്റൊരു വീട്. അവിടെയും ഒരു കുട്ടി, 10ാം ക്ലാസ് വരെ എല്ലാവരും നല്ലത് പറഞ്ഞ കുട്ടി. ശാന്തൻ, വാക്കുകുറവ്, വഴക്കില്ല. അധ്യാപകരും പറഞ്ഞു, അയൽവാസികളും പറഞ്ഞു, നല്ല കുട്ടിയാ. ആർക്കും അറിയില്ലായിരുന്നു ഒരു തെറ്റായ വഴിത്തിരിവിൽ ഇവനെ ഇവിടെ എത്തിക്കുമെന്ന്. പിന്നീടവൻ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ചേർന്നു. അവിടെയാണ് ഈ 9ാം ക്ലാസ്സുകാരിയെ അറിയുന്നത്. ആദ്യം സംസാരം മാത്രം, പിന്നെ സൗഹൃദം, പിന്നെ അത് പ്രണയമായി. കുട്ടികളുടെ ലോകത്ത് ഇത് വലിയ കാര്യമല്ല. പക്ഷേ ഇത് വലിയ തീപിടുത്തത്തിൻ്റെ തുടക്കമായി. വീടറിഞ്ഞു. മാതാപിതാക്കൾ പറഞ്ഞു, മോളെ, ഇത് ശരിയല്ല. നിനക്ക് ഇനിയും പഠിക്കേണ്ടതുണ്ട്. നിന്റെ പ്രായമെത്തുമ്പോൾ നിനക്ക് നല്ലൊരു ജീവിതം നമ്മൾ ഒരുക്കും. ബന്ധം തടഞ്ഞു. പക്ഷേ അവൻ ഇത് സ്വീകരിച്ചില്ല. ദേഷ്യം, അഹങ്കാരം അടിമുടി പിടിച്ചു. അവൻ പറഞ്ഞു, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം കഴിപ്പിക്കണം. ഭീഷണി. മാതാപിതാക്കൾ ഭയന്നു. പോലീസിൽ പരാതി നൽകി. പോലീസ് വിളിച്ചു മനസ്സിലാക്കി കൊടുത്തു, ഇത് ആവർത്തിക്കരുത്, ഇത് നിയമവിരുദ്ധമാണ്. പോലീസ് വിട്ടു. പക്ഷേ അവൻ്റെ മനസ്സ് ഇരുട്ടിലായിരുന്നു. ഒരു സ്കൂളും ഒരു കൂസലുമില്ലാതെ അവൾ ഭയപ്പെട്ടിരുന്നു. അവനെ ഒഴിവാക്കി. കാണാതിരിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തി. മറ്റൊരാടത്തും അവനുമായി ഒരു ഇടപെടലും നടത്താതെ മാതാപിതാക്കൾ അവളോട് പറഞ്ഞു, മോളെ, ഒരിടത്തും അവനോട് സംസാരിക്കരുത്. അവൻ കാണുന്നിടത്തൊക്കെ അവൻ കാണാത്ത രീതിയിൽ അവൾ സ്കൂളിലേക്ക് പോകാൻ തുടങ്ങി. അവസാനം ആ ദിവസം അവൾ സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ വഴി തടഞ്ഞു. എനിക്കൊന്ന് സംസാരിക്കണം. അവൾ വിസമ്മതിച്ചു. പക്ഷേ ഭീഷണി, ഭയം. അവൾ അവൻ്റെ കൂടെ പോയി. കുറേ ദൂരം, ഒറ്റപ്പെട്ട ഇടം. അവിടെ ഭയം, കണ്ണീർ, കരച്ചിൽ. പിന്നെ ഒരു കുഞ്ഞു ജീവൻ അവിടെ നിശബ്ദമായി അവസാനിച്ചു. പിന്നീട് അവൻ കളവ് പറഞ്ഞു. അപകടം, ട്രെയിൻ ഇടിച്ചത്. പോലീസ് കർക്കശമായി ചോദിച്ചു. അവസാനം എല്ലാം വെളിവാക്കി പറഞ്ഞു. ഇത് പോലീസ് നൽകിയ മൊഴികളാണ്. ഇപ്പോൾ ഒരു 9ാം ക്ലാസ്സുകാരിയായ കുഞ്ഞ് ഇനി സ്കൂളിലേക്ക് പോകില്ല. ഒരു അമ്മ ഇനി ആ വിളി മോളെ എന്ന് വിളിക്കില്ല. ഇത് ഒരു വീട്ടിലെ ദുഃഖമല്ല, ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ തോൽവിയാണ്. നമുക്ക് പഠിക്കേണ്ടത് ഒരുപാടുണ്ട്. പ്രണയം കളിയല്ല, ഭീഷണി സ്നേഹമല്ല, മൗനരക്ഷയല്ല. കുഞ്ഞുങ്ങളോട് സംസാരിക്കണം. ഭയം കണ്ടാൽ ഇടപെടണം. ഒരു കുഞ്ഞു പോയി, പക്ഷേ അവരുടെ സംഭവം നമ്മെ ഉണർത്തണം. ഇത് കേട്ടാൽ ഒരു നിമിഷം നിശബ്ദരാകും. ഹൃദയത്തിൽ ഒന്ന് ചോദിക്കൂ, ഇനി ഇത് വീണ്ടും സംഭവിക്കരുത്. നോക്കൂ, ഒരു നാടിനെ തന്നെ നടുക്കിയ ഒരു സംഭവമാണ്. കൃത്യമായി ഇടപെടൽ നടക്കാതിരിക്കുമ്പോൾ
ഇവിടെ ഒരു ഉമ്മാക്കൊരു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു. നല്ലൊരു ചെറുപ്പക്കാരനായിരുന്നു. പ്രണയമെന്ന ആ തെറ്റ് അവനെ വലിയ ഒരു തെറ്റുകാരനാക്കി മാറ്റി. നമ്മുടെ മക്കളെ അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.